സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ അധ്യക്ഷനും ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ അവർകൾ, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഉപാധ്യക്ഷൻ ഡോക്ടർ സുരേഷ് ദാസ് സർ, ശാസ്ത്ര കോൺഗ്രസ് ചെയർമാൻ പ്രൊഫസർ ജയകൃഷ്ണൻ സർ, ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ LN ബീന, ശാസ്ത്ര കോൺഗ്രസ് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ അനിത, വേദിയിൽ ഇരിക്കുന്ന സദസ്സിലുമിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഗവേഷണ വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ സംസ്ഥാനത്ത് ശാസ്ത്ര പ്രചാരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഏറ്റവും വലിയ പരിപാടിയാണ് കേരള ശാസ്ത്ര കോൺഗ്രസ്. കഴിഞ്ഞ 30 വർഷമായി കുതിപ്പ് തുടരുന്ന ഈ ശാസ്ത്ര കോൺഗ്രസ് നമ്മുടെ സംസ്ഥാനത്തിനു മാത്രം അവകാശപ്പെട്ട ഒരു പരിപാടിയാണെന്ന് പറയുന്നതിൽ ഞങ്ങൾ ഏറെ അഭിമാനിക്കുന്നു. ഈ ശാസ്ത്ര സംഗമത്തിന് തലശ്ശേരി ബ്രണ്ണൻ കോളേജ് വേദിയാകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ചരിത്രമുറങ്ങുന്ന ധർമ്മടം കുന്നിലെ ഈ കോളേജിൽ വെച്ച് ഇത് നടക്കുമ്പോൾ ഒരു ഗവൺമെൻറ് കോളേജിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ ശാസ്ത്ര കോൺഗ്രസ് എന്ന ഖ്യാതി കൂടി ഇതിന് കൈവരികയാണ്. EK ജാനകി അമ്മാളിൻ്റെ ജന്മം കൊണ്ട് ധന്യമായ ഈ പ്രദേശത്ത് നടക്കുന്ന ഈ ശാസ്ത്ര കോൺഗ്രസ് നമ്മുടെ സംസ്ഥാനത്ത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ തുടക്കത്തിൻ്റെ സ്മരണകൾ ഉണർത്തുന്നു. ഈ ശാസ്ത്ര കോൺഗ്രസിൽ ഏതാണ്ട് 1800ഓളം ഡെലിഗേറ്റ്സ് ആണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയിട്ടുള്ളത്. 12 വിഷയങ്ങളിലായി ഇവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ ശാസ്ത്ര കോൺഗ്രസിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മുൻ ISRO ചെയർമാനും വിക്രം സാരാഭായ് ഡിസ്റ്റിംഗ്വിഷ്ഡ് പ്രൊഫസറുമായ ഡോക്ടർ AS കിരൺകുമാറാണ്. എല്ലാ ശാസ്ത്ര കോൺഗ്രസുകളിലും ഞങ്ങൾ ഒരു ഫോക്കൽ തീം ചർച്ച ചെയ്യാറുണ്ട്. ഇത്തവണത്തെ ഫോക്കൽ തീം വൈറസും സാംക്രമിക രോഗങ്ങളും എന്നതാണ്. ഡോക്ടർ TJ ജോൺ, ഡോക്ടർ S വിജയ എന്നിവർ ഉൾപ്പെടെയുള്ള വിദഗ്ധർ ഈ വിഷയത്തെ ആസ്പദമാക്കി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. തുടർന്ന് മെമ്മോറിയൽ ലെക്ചറുകളാണ്. കേരളത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ നിസ്തുലമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ശാസ്ത്രജ്ഞരെ അനുസ്മരിക്കുന്ന പ്രഭാഷണങ്ങളാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അവസാന ദിവസം, അതായത് ജനുവരി 30-ന് ബാലശാസ്ത്ര കോൺഗ്രസും ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങളിലെ വിദഗ്ധരുമായിട്ടുള്ള സംവാദവും നടക്കും. ജനുവരി 26-ന് ശാസ്ത്ര കോൺഗ്രസിനോടനുബന്ധിച്ചിട്ടുള്ള ശാസ്ത്ര പ്രദർശനം ബഹുമാനപ്പെട്ട തലശ്ശേരി MLA അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 70ഓളം സ്ഥാപനങ്ങൾ 150ഓളം സ്റ്റാളുകളിലായി പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശാസ്ത്ര പ്രചാരണ രംഗത്ത് ഇത്തരം പ്രദർശനങ്ങളുടെ പ്രാധാന്യവും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. ശാസ്ത്ര സാങ്കേതിക മേഖലകളെ നെഞ്ചിലേറ്റി ഉന്നതികളിലേക്ക് സംസ്ഥാനത്തെയും രാജ്യത്തെയും ഉയർത്താനുള്ള ആവേശവും ഊർജവും ഈ ശാസ്ത്ര കോൺഗ്രസ് കൊണ്ടുണ്ടാകുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. സംസ്ഥാന മുഖ്യമന്ത്രിമാരാണ് ഓരോ വർഷവും ശാസ്ത്ര കോൺഗ്രസുകൾ ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം എന്നതിലുപരി അദ്ദേഹം പഠിച്ചു വളർന്ന കലാലയത്തിൽ വെച്ച് നടക്കുന്ന ഒരു ശാസ്ത്ര കോൺഗ്രസ് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ഉണർത്തുന്ന ഈ കലാലയത്തിലേക്കും ധന്യമായ ഈ ശാസ്ത്ര കോൺഗ്രസ് വേദിയിലേക്കും ആദരപൂർവ്വം അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യും. മുപ്പതാമത് ശാസ്ത്ര കോൺഗ്രസിന്റെ അധ്യക്ഷൻ, സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ഉപാധ്യക്ഷനുമായ ഡോക്ടർ സുരേഷ് ദാസ് സാറാണ്. അദ്ദേഹത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശാസ്ത്ര കോൺഗ്രസിന്റെ ചെയർമാനും മുൻ കേരള സർവകലാശാല വൈസ് ചാൻസലറും ചെന്നൈ IIT പ്രൊഫസറുമായ പ്രൊഫസർ ജയകൃഷ്ണൻ സാറിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 30ാമത് ശാസ്ത്ര കോൺഗ്രസ് ബ്രണ്ണൻ കോളേജിൽ വെച്ച് നടത്താൻ ഞങ്ങൾ കോളേജിനെ സമീപിച്ചപ്പോൾ ഏറെ സന്തോഷത്തോടെയാണ് പ്രിൻസിപ്പലും അധ്യാപകരും ഇവിടുത്തെ ജീവനക്കാരും വിദ്യാർത്ഥി സമൂഹവും ഞങ്ങളെ സ്വീകരിച്ചത്. അവർക്കെല്ലാവർക്കും വേണ്ടി ബ്രണ്ണൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബീന ടീച്ചറിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏതൊരു ശാസ്ത്ര കോൺഗ്രസിൻ്റെയും നട്ടെല്ല് എന്ന് പറയുന്നത് ഇതിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന ഗവേഷണ വിദ്യാർത്ഥികളാണ്. അവരെ ഓരോരുത്തരെയും ഈ ശാസ്ത്രവേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ശാസ്ത്ര കോൺഗ്രസിൽ ഇവിടെ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള വിവിധ വിഷയങ്ങളിലെ വിദഗ്ധർ, വിശിഷ്ട വ്യക്തികൾ, മാധ്യമ സുഹൃത്തുക്കൾ, വിദ്യാർത്ഥിനികൾ, ഈ ധർമ്മടത്തെ പൊതുജനങ്ങൾ, എൻ്റെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ എന്നിവരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. 30ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിനെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതിനായി മദ്രാസ് IIT പ്രൊഫസറും ശാസ്ത്ര കോൺഗ്രസിന്റെ ചെയർമാനുമായ പ്രൊഫസർ A. ജയകൃഷ്ണൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
Honorable Chief Minister, Sri Pinarayi Vijayan sir, Dr. Suresh Das, Dr. S. Pradeep Kumar, Srimati Ellen Beena, Dr. A.B. Anita, distinguished delegates, teachers, scholars, students, and friends. As chairman of this 30th edition of the Kerala Science Congress, I welcome all of you once again to this August function, which will be inaugurated by none other than our Honorable Chief Minister. If we look at science over 200 years, the progress of science that has affected over the 200 years, you will see the quality of life has improved tremendously. Our life expectancy has increased dramatically. When we became independent, if you know, the life expectancy was only 27 years. Now it stands 72 years plus. We have been able to conquer many of the communicable and non-communicable diseases. We have reduced the children's mortality to a significant extent by means of vaccine-preventable diseases, and we have made supersonic travel possible, to travel from continent to continent in a very short span of time, to mention a few. All this began because of the practice of science. After all, technology is nothing but the handmaid of science. The advancement in basic sciences were responsible for the advancement in technology. But for development and path-breaking discoveries in basic sciences, there would not have been much technology. But to my mind, the most redeeming aspect of science, or the scientific enterprise, as I would call often, is the logical, objective, rational, and evidence-based approach to things. Science is evidence-based, science is logical, science is rational, science is very objective. Therefore, as a corollary, a scientific outlook has the potential to free man from superstition, from bigotry, and from religious obscurantism, to all of which have contributed or made horrible things in the past and continue to do horrible things as of now. This Science Congress, which is the 30th edition of the Kerala Science Congress, I am told that we have 1,068 registered participants, among them the students, research scholars, teachers, guides, people who actually pursue research, senior scientists, and of course there are others who are in our committees, probably will constitute about 1,500, have assembled here to deliberate what Kerala science is all about. We will also talk about what national science is or international science is all about, but also our most important agenda is to discuss what kind of science and technology is happening in Kerala and what kind of support that the government is giving, how we can expand upon our activities. The waning of engineering colleges in recent past has attracted a large number of bright and best students to the realm of science. As you can see, many of the students who pursue basic sciences in institutions like ISER and NISER are from Kerala. But 49%, I am told, of all the students who pursue basic sciences in these premier institutions are coming from Kerala. That's a fantastic thing, I would say, to happen, especially our own children are going to go for basic science. The theme of this Congress is viruses and infectious diseases. Yesterday when I landed up here and I turned on the news, and the first thing that I saw was that a cholera case has been detected in Chadamangalam in Kollam. And this morning newspaper also has elaborately written about it actually. So though Kerala is an advanced state in many respects, in terms of human development index, in terms of education, in terms of literacy, in terms of life expectancy, in terms of women empowerment, we have so many laurels on our cap. But essentially we have to look at why these kind of things are happening in Kerala, why degradation of forests has happened, why depletion of groundwater has happened, why environment is actually being threatened, why rivers are getting dry, why sanitation is becoming extremely
poor, all these contribute to emerging diseases, emerging and re-emerging diseases which are viral, which are bacterial, and which also threatens the quality of life to all of us, not to all of us, but also to the future generations. Sanitation is one thing. Potable water is another thing. I would often say, somebody asked me a few years ago, what do you distinguish between a developed country and a developing country? And I quipped, in a developed country you make roads once in 2 years, in a developing country you make once in 2 years. So this time I have changed my definition of that. The quality of a developed nation or a developed state is the kind of water that you can take when you turn on the tap. The water is okay. If you turn on the tap and you get potable water that you can drink safely without worrying about anything, then the quality of life in that state is good. Because water is the basic elixir of life. So that way, we have to go a long way in tackling issues like sanitation. Many of the diseases emerging and re-emerging are zoonotic in nature because of, they come from animals, eating putrefied meat, not so good slaughtering practices. We are a meat-eating state, actually we eat beef to chicken to anything for that matter, but we have to be extremely careful about the zoonotic aspects of diseases transmitting from animals to humans. So I think this Congress especially will give emphasis to some of these aspects about viruses and emerging diseases of infectious nature actually, which is a very important thing. And the government also, I am sure, is considering, government cannot do anything by itself, but government has to have the participation of the overwhelming majority of the people to implement sanitation or to widen the roads or to protect the environment. So all of us have an important role in that to play. We can't blame the minister or the ministers or the cabinet to say that, okay, we provide sanitation, provide environment-friendly industries. We are all part of this actually, so we have a great responsibility to that extent. I think the Congress has an opportunity, especially the young minds have an opportunity to listen to luminaries in this field, large number of posters and large number of discussions. So I urge the youngsters especially who are into science, enjoy doing your science, at the same time cultivate a habit of looking at things in a rational, objective and non-obscurantist fashion, which actually makes you free from some of these obscurantist ideas of yesteryears and makes you better human beings, better people, free minds to think about and make developments in the state as well as for humanity. With these few words, I close my talk and I thank you very much for giving me an opportunity to stand before you and give you a small talk about what I think about this Science Congress. Thank you very much. Thank you, sir. അധ്യക്ഷ പ്രസംഗത്തിനായി KSCSTE എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റും 30ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് അധ്യക്ഷനുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ സുരേഷ് ദാസ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Honorable Chief Minister of Kerala and President of the Kerala State Council for Science, Technology and Environment, Shri Pinarayi Vijayan sir, Dr. Jayakrishnan, Chairman of the 30th Kerala Science Congress, Srimati Beena, Principal, Brennen College, Dr. Pradeep Kumar, Member Secretary of KSCSTE, Dr. Anita, Director in charge of Center for Water Resource Development and Management, distinguished invitees and participants of this 30th Science Congress. On behalf of KSCSTE, let me also wish you all a very warm welcome to the 30th Kerala Science Congress. The Kerala State Council for Science and Technology and Environment is the premier body of the state of Kerala, responsible for promoting science and technology in the state. The Honorable Chief Minister of Kerala, as President of the Council, takes great interest in supporting the programs of the Council and closely reviews its activities every year through several meetings such as the Chief Minister's Review, the State Council meeting, as well as the Biotechnology Board meeting. The major programs of the KSCSTE for promoting science, technology in the state can be categorized into 5 areas, namely human resource and infrastructure development, promotion of scientific research through project funding, promotion of technology development and research in engineering, programs in support of research on environmental protection, and programs for popularization of science. Apart from this, the KSCSTE also helps to coordinate the activities of its associated institutes, which include the Center for Water Resource Development and Management, the Kerala School of Mathematics, and the Malabar Botanical Garden, all in Calicut,
the Jawaharlal Nehru Tropical Botanical Garden in Palod, the National Transportation Planning and Research Center in Trivandrum, and the Srinivasa Ramanujam Institute for Basic Sciences in Pambari. Each of these institutes contributes enormously to addressing specific issues of importance to the state. This year, the KSCSTE has brought out the Kerala Science and Technology and Innovation Policy, which was prepared by a committee consisting of eminent scientists and chaired by Dr. A.D. Damodaran, former director of CSIR National Institute for Interdisciplinary Science and Technology. The policy has tried to address several issues, including promotion of high-quality basic research, promoting translational research and innovation, and also environment protection, and most importantly, for promoting a scientific culture and temper among our people. A major new initiative of KSCSTE which has taken shape is the program called PAIR, Partnering Academic and Industrial Research, where industries are coming forward to provide funds for supporting PhD and postdoctoral research fellowships. Through this program, we see opportunities to improve industry-academia links for research and innovation, and also open up employment opportunities for our young scientists. Overall, we are seeing an increased interest of industries in sponsoring programs of KSCSTE. This year, KSCSTE was very honored when the Honorable Chief Minister entrusted us with the role of establishing an Institute of Virology Research of international standards. I am very happy to state that the Institute for Advanced Virology is taking shape and will be coming up this year at KSIDC Life Sciences Park at Thornikel in Trivandrum. In spite of the numerous activities of KSCSTE, every year we undertake the effort of organizing the Kerala Science Congress, which requires enormous effort by my colleagues in KSCSTE and its associated institutes, and also partnering institutes like the Brennen College this year. The question may well be asked as to why we take this effort every year. For science to make it is important for scientists to reach out to society. The Kerala Science Congress, apart from discussion of the scientific papers, also offers the largest interface between scientists and technologists with the general public. Through the National Science and Technology Exhibition, the public, including school students, get an exposure to research and development work conducted in great institutions like the Indian Space Research Organization, Bhabha Atomic Research Center, and CSIR, and many others, and see how these organizations are contributing to the development of our nation. During the last 70 years of independence, scientists and technologists have contributed enormously to the socio-economic development of our country. In order to continue to reap the benefits of science, it is important that the general public understands the power of science and technology and the importance of developing a scientific temper. Our first Prime Minister, Pandit Jawaharlal Nehru, talked about the need for developing scientific temper. 70 years after our independence, this still remains relevant. Our country still needs to be vigilant against irrational and unscientific thinking and do everything we can to promote scientific culture. It is very important for us to help develop a healthy sense of curiosity among our youth and to empower them to question and challenge the status quo. Programs like this can help to sensitize the public that science actually encourages and welcomes challenges, even to established theories, only that the challenges should be evidence-based. I take this opportunity to thank the Honorable Chief Minister and President of the Council, Sri Pinarayi Vijayan sir, for his unstinted support for all our programs, and also thank all my colleagues at KSCSTE, its associated institutes, as well as the staff of Brennen College for helping to organize this 30th Kerala Science Congress, which I feel will be yet another successful Science Congress. Thank you. Thank you, sir. 30th കേരള ശാസ്ത്ര കോൺഗ്രസ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ അധ്യക്ഷനുമായ ശ്രീ പിണറായി വിജയൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി അവാർഡ് വിതരണ ചടങ്ങാണ്. യുവശാസ്ത്രജ്ഞന്മാർക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരത്തിനും മുഖ്യമന്ത്രിയുടെ ഗോൾഡ് മെഡലിനും അർഹരായ യുവശാസ്ത്രജ്ഞരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 50,000 രൂപയും സുവർണ പതക്കവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങുന്നതിനായി പുരസ്കാര ജേതാക്കളെ ക്ഷണിക്കുന്നു. ഡോക്ടർ വി ബി കിരൺ കുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ്, ക്യുസാറ്റ്, കൊച്ചിൻ.
Dr. Ajay Venugopal, Assistant Professor, Department of Chemistry, Indian Institute of Science, Education and Research, Trivandrum. Dr. Shashidhar B.S., Scientist, CSIR, NIAST, Trivandrum. Dr. Sumod S.G., Assistant Professor, Department of Physics, Sacred Heart College, Cochin. Dr. Kumaravel S., Assistant Professor, Department of Electrical Engineering, NIT, Calicut. Dr. Pradeepan Periyat, Assistant Professor, Department of Chemistry, University of Calicut. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ശാസ്ത്ര ഗവേഷണ റിപ്പോർട്ടിനുള്ള ഡോക്ടർ എസ് വസുദേവ് അവാർഡ് നേടിയിരിക്കുന്നത് കേരള സർവകലാശാല ബോട്ടണി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ ഗംഗാപ്രസാദ് അവർകളാണ്. 50,000 രൂപയും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങുന്നതിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ എ ഗംഗാപ്രസാദ്. കേരള ശാസ്ത്ര സാഹിത്യ പുരസ്കാര ദാനമാണ് അടുത്തത്. 50,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജനപ്രിയ ശാസ്ത്ര സാഹിത്യ വിഭാഗത്തിൽ ശ്രീമതി CS മീനാക്ഷി രചിച്ച ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന പുസ്തകമാണ് അവാർഡിന് അർഹമായത്. ശ്രീമതി CS മീനാക്ഷി അവർകളെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ഗഹനമായ വൈജ്ഞാനിക ശാസ്ത്ര സാഹിത്യ വിഭാഗത്തിൽ ശ്രീ PM സിദ്ധാർത്ഥന്റെ ബഹിരാകാശ പര്യവേഷണം ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്ന കൃതിയാണ് അവാർഡിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ PM സിദ്ധാർത്ഥൻ അവർകളെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ശാസ്ത്ര ഗ്രന്ഥ വിവർത്തന വിഭാഗത്തിൽ ശ്രീ രവിചന്ദ്രന്റെ മസ്തിഷ്കം കഥ പറയുന്നു എന്ന പുസ്തകമാണ് അവാർഡിന് അർഹമായത്. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ശ്രീ രവിചന്ദ്രനെ സവിനയം ക്ഷണിക്കുന്നു. ശാസ്ത്ര പത്രപ്രവർത്തന വിഭാഗത്തിൽ രാഷ്ട്രദീപികയിലെ ശ്രീ റെജി ജോസഫ്, സുപ്രഭാതം പത്രത്തിലെ ശ്രീ AS അജയ്ദേവ് എന്നിവർ അവാർഡിന് അർഹരായി. ഇരുവരെയും പുരസ്കാരം സ്വീകരിക്കുന്നതിനായി സവിനയം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നൂതന ആശയത്തിന് KSCSTEയും സൈജിനോം റിസർച്ച് ഫൗണ്ടേഷനും സംയുക്തമായി ഏർപ്പെടുത്തിയ സ്പാർക്ക് പുരസ്കാരം ഈ വർഷം നേടിയത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനി മിസ് പ്രഗ്യാൻ പരമിത സ്വേനാണ്. പുരസ്കാര ജേതാവിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജെയ്സ് മെറിയൻ രചിച്ച കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ചരിത്രവും വർത്തമാനവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് അടുത്തത്. പുസ്തക പ്രകാശനം ചെയ്യുന്നതിനായി ആദരണീയനായ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട ശ്രീ A ജയകൃഷ്ണൻ അവർകളെ സവിനയം ക്ഷണിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ സാദരം ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, സംസ്ഥാനത്തിൻ്റെ ശാസ്ത്ര ചരിത്രത്തിൻ്റെ തൊപ്പിയിൽ ഓരോ വർഷവും ചേർക്കപ്പെടുന്ന പൊൻതൂവലുകളാണ് ഓരോ ശാസ്ത്ര കോൺഗ്രസ്സും. 30 വർഷമായി നടന്നു വരുന്ന ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന ഗവേഷകരെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും മറ്റെല്ലാ വിശിഷ്ട വ്യക്തികളെയും ഇവിടെ നേരത്തെ പ്രസ്താവിച്ചതുപോലെ ഞാൻ പഠിച്ച ഈ കലാലയത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. പല തലമുറകളെ ബൗദ്ധികമായും രാഷ്ട്രീയമായും സാമൂഹികമായും സാംസ്കാരികമായും കരുത്തുറ്റവരാകാൻ പ്രാപ്തമാക്കിയ ഈ സ്ഥാപനത്തിൽ നടക്കുന്ന ഈ ശാസ്ത്ര സംഗമം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നതിൽ
അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾക്കറിയാം, ലോകമെങ്ങും കേരളീയരുണ്ട്. പല ലോകരാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ മലയാളികളായ മഹത് വ്യക്തികളെ കാണാൻ കഴിയും. അവരെയെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തി സംസ്ഥാന സർക്കാർ ലോക കേരള സഭ എന്നൊരു സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ വികസനത്തിൽ, നാടിൻ്റെ ഭാവിയിൽ അവരെ കൂടി പങ്കാളികളാക്കുക എന്നതാണ് പ്രധാന ഉദ്ദേശം. പ്രവാസികളായ മലയാളി പ്രതിഭകൾക്ക് ശാസ്ത്രരംഗത്തടക്കമുള്ള കഴിവുകൾ സംസ്ഥാനത്തിൻ്റെ വികസന താൽപ്പര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുക, അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം. ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച വസന്തോത്സവം 2018 വിജയിപ്പിക്കുന്നതിൽ മറ്റ് വകുപ്പുകളോടൊപ്പം ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും സ്തുത്യർഹമായ പങ്കാണ് വഹിച്ചത്. അതേ കൗൺസിലാണ് ഈ ശാസ്ത്ര കോൺഗ്രസിൻ്റെ സംഘാടകർ. അതുകൊണ്ട് തന്നെ ലോക കേരള സഭയുടെ വരുംകാലത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലോകരംഗത്തെ പ്രവാസ ശാസ്ത്ര പ്രതിഭകൾ ഇവിടേക്ക് വരുമ്പോൾ അവരുടെ അറിവിൻ്റെ വെളിച്ചം നമ്മുടെ പുതിയ തലമുറകൾക്കായി പകർന്നെടുക്കാനുള്ള അരങ്ങൊരുക്കുന്നതിലും നിങ്ങൾ മുൻപിലുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ശാസ്ത്രരംഗത്ത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് കേരളം. ആ വളർച്ച കുറേ കൂടി അർത്ഥവത്താക്കുന്ന വിധത്തിൽ ശാസ്ത്ര കൗൺസിലിൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും പിന്തുണയാണ് സർക്കാർ നൽകുന്നത്. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്കൂൾ തലത്തിലെ വിദ്യാർത്ഥികൾക്ക് മുതൽ വിരമിച്ച ശാസ്ത്രകാരന്മാർക്ക് വരെ ശാസ്ത്ര ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കുന്ന തരത്തിലുള്ള വൈവിധ്യമാർന്ന പദ്ധതികൾ സംസ്ഥാന ശാസ്ത്ര കൗൺസിൽ നടപ്പാക്കി വരുന്നു എന്നത് ശ്ലാഘനീയമാണ്. പ്രഗത്ഭരായ വ്യക്തികളെ ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിച്ച ജൈവ സാങ്കേതിക വിദ്യാ കമ്മീഷനും കൗൺസിലിൻ്റെ കീഴിൽ ചിട്ടയായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. സംസ്ഥാനത്ത് ഇവിടെ നേരത്തെ പ്രസ്താവിച്ചതുപോലെ ഒരു വൈറോളജി ഗവേഷണ വികസന കേന്ദ്രം ആവശ്യമാണെന്ന വിലയിരുത്തൽ ഉണ്ടായപ്പോൾ അതിൻ്റെ ചുമതലയും സംസ്ഥാന ശാസ്ത്ര കൗൺസിലിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് ഇതുവരെയുള്ള കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ്. സമയബന്ധിതമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറെ താമസിയാതെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു വൈറോളജി ഗവേഷണ വികസന കേന്ദ്രം സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓഖി ചുഴലിക്കാറ്റിനെ നേരിടേണ്ടി വന്നു നമുക്ക്. ഇതുൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിട്ടുകൊണ്ടാണ് നാം പുതുവർഷത്തിലേക്ക് കടന്നത്. സാമ്പത്തിക വിഷമതകളും പശ്ചാത്തലത്തിലുണ്ട്. എന്നാൽ ഇത്തരം പ്രതിസന്ധികളിലൊന്നും നാം തളരില്ല. പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്യുക തന്നെ ചെയ്യും. അതിനായി ശാസ്ത്ര സമൂഹത്തിന് ഏറെ സംഭാവനകൾ നൽകാൻ കഴിയും. നിങ്ങൾ ആ രീതിയിൽ സംഭാവനകൾ നൽകത്തക്ക രീതിയിൽ കേന്ദ്രീകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്തു എന്ന് നാം കരുതിയിരുന്ന പകർച്ചവ്യാധികളുടെ തിരിച്ചുവരവും പ്രൊഫസർ ജയകൃഷ്ണൻ അതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. പുതിയ രോഗങ്ങളും ഒക്കെ പഠന വിഷയമാക്കണം. ഫലപ്രദമായ പരിഹാര മാർഗങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാകണം.
ഇത്തരമൊരു സാഹചര്യത്തിൽ 30ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൽ ചർച്ച ചെയ്യുന്നതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന മുഖ്യ പ്രമേയം വൈറസുകളും സാംക്രമിക രോഗങ്ങളും എന്ന വിഷയമാണ് എന്നത് നിങ്ങൾ സംയോജിതമായി ഇടപെടാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു എന്നതിൻ്റെ സൂചനയാണ്. ആരോഗ്യ പരിപാലന രംഗത്ത് രാജ്യത്തിൻ്റെ മറ്റിടങ്ങളെ അപേക്ഷിച്ച് നാം ഏറെ മുന്നിലാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചില പകർച്ചവ്യാധികളും മറ്റും നമ്മെ ബുദ്ധിമുട്ടിക്കുന്നു എന്നത് നാം ഗൗരവമായി തന്നെ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. പരിസര ശുചീകരണത്തിലൂടെയും നൂതന സാങ്കേതിക വിദ്യകളിലൂടെയും ഇവയെ നമുക്ക് നേരിടാൻ കഴിയണം. കേട്ടുകേൾവി പോലുമില്ലാത്ത വൈറസുകളും രോഗങ്ങളും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ഭീതി ജനിപ്പിക്കുന്നു. നിരവധി മരണങ്ങൾക്ക് കാരണമാകുന്നു. പക്ഷിപ്പനി, പന്നിപ്പനി, അങ്ങനെ ഈ നൂറ്റാണ്ടിൽ മാത്രം മനുഷ്യർ കേട്ട രോഗങ്ങൾ നിരവധിയാണ്. പേരറിയാത്ത വൈറസുകൾ ഇപ്പോഴും ഉണ്ടാകുകയും പരക്കുകയും ചെയ്യുന്നു. അവയ്ക്കുള്ള പ്രതിവിധികൾ കണ്ടെത്താനായി ശാസ്ത്രരംഗമാകെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ശാസ്ത്രത്തെ സംരക്ഷിക്കാൻ വലിയൊരു ജനകീയ പ്രസ്ഥാനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പുതിയൊരു സമരമുഖം തുറക്കേണ്ടിയിരിക്കുന്നു. അത്തരം സമരങ്ങൾക്കും ബോധവൽക്കരണത്തിനും വേണ്ട അധികാരം നമ്മുടെ ഭരണഘടന തന്നെ നമുക്ക് നൽകുന്നുണ്ട്. ഭരണഘടനയുടെ 51ാം വകുപ്പ് സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ച് പറയുന്നു. അധികാരത്തിലിരുന്ന് ശാസ്ത്രവിരുദ്ധത പ്രചരിപ്പിക്കുന്നവർക്ക് ഈ ഭരണഘടനാ വകുപ്പ് കാണിച്ചു കൊടുക്കാൻ കഴിയും വിധം ജനബോധവൽക്കരണം ശക്തമാവേണ്ടതുണ്ട്. നിങ്ങളുടെ ഈ സമ്മേളനം ഒരു പ്രത്യേക വിഷയത്തെ മുൻനിർത്തിയായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് അധികം കടന്നു ചെല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ശാസ്ത്രരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇത് ഓർമ്മിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറയട്ടെ. ഈ ശാസ്ത്ര കോൺഗ്രസ്സിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് 30ാം കേരള ശാസ്ത്ര കോൺഗ്രസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. താങ്ക് യു സർ.